But we have to remember one thing: although problems may surround me, although problems may come and make me weak, hallelujah, who I am in the presence of the Lord, I am an anointed person in the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകമുള്ള വ്യക്തിയാണ്. അങ്ങനെ കരമുയർത്തി എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ, കാക്കും കരങ്ങളാൽ ചേർത്ത് Praise the Lord. Hallelujah. നാം പാർക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് ഒരു സമയം തന്നെ രണ്ട് വ്യക്തികളാകാൻ കഴിയത്തില്ല. ഒരു സമയം തന്നെ രണ്ട് സ്വഭാവമുള്ളവരായിരിക്കാൻ മാനുഷികമായിട്ട് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല. ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടാനേ പറ്റുകയുള്ളൂ. ചിരിക്കുമ്പോൾ നമുക്ക് കരയാൻ പറ്റില്ല. ചിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാനേ പറ്റുകയുള്ളൂ, കരയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. യു cannot be both short and tall man at the same time. Hallelujah. You cannot be coming and going at the same time. You can either come or you can either go. Praise the Lord. Praise the Lord. Hallelujah. You cannot be happy and sad at the same time. You can either be happy or be sad. Praise the Lord. മാനുഷികമായിട്ട് അങ്ങനെ പറ്റുകയുള്ളൂ. എന്നാൽ ആത്മീയ മനുഷ്യന് ചില കാര്യങ്ങൾ അസാധാരണമായിട്ട് ചെയ്യുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഒരു ആത്മീയ മനുഷ്യന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും സന്തോഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യന് പറ്റില്ല. എന്നാൽ ആത്മീയ മനുഷ്യന് ദുഃഖിച്ചിരിക്കുമ്പോഴും സന്തോഷിക്കുവാൻ കഴിയും. തളർന്നിരിക്കുമ്പോഴും ആരാധിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒരു ആത്മീക മനുഷ്യൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഹല്ലേലൂയ എത്രയെത്ര അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ കാണും. എന്നെക്കാൾ അനുഭവം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർ കാണും. തളർന്നിരുന്ന അനേക അനുഭവങ്ങൾ, ക്ഷീണിച്ചിരുന്ന അനേക അനുഭവങ്ങൾ, മനസ്സ് ഭാരപ്പെട്ട അനുഭവങ്ങൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും പ്രൈസ് ദി ലോർഡ് ദൈവവചനം വായിച്ചപ്പോൾ ഒരു സന്തോഷം ദൈവം തന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഒന്നുകൂടെ പ്രാർത്ഥിക്കുവാനുള്ള പ്രേരണ കിട്ടിയത്. ആമേൻ. ദൈവത്തിൽ സന്തോഷിക്കുവാൻ അവസരം ലഭിച്ചത്. അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവദിനത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 2 ശമൂവേൽ, 2 സാമുവേൽ ചാപ്റ്റർ 3 വേഴ്സ് 39 അതിൻ്റെ ആദ്യ ഭാഗമാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു, മലയാളത്തിൽ ഇതിന് ശേഷം വായിക്കണം. I am weak today, though anointed king. 2 Samuel chapter 3 verse 39 ആണ് ഞാൻ വായിച്ചത്. I am weak today, though anointed king. 2 Samuel 2 ശമൂവേൽ മതി. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ വായിച്ചാട്ടെ. ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവൻ എങ്കിലും ഇന്ന് ബലഹീനൻ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തിരുവചനത്തെ ആധാരമാക്കിക്കൊണ്ട് ചില ചിന്തകളാണ് ഇന്ന് പൽക്കാലം നാം ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്.
ഈ വാക്ക് പറഞ്ഞത് മറ്റാരുമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദാവീദാണ് ഈ വാക്ക് പറഞ്ഞത്. നന്മയുണ്ടാകണമെന്നും അനുഗ്രഹം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച് അതിന് കാര്യങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് നന്മയ്ക്കെതിരായ തിന്മയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷവും സമാധാനവും ആഗ്രഹിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സങ്കടപ്പെടുവാനും വ്യാകുലപ്പെടുവാനുമുള്ള അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മികമായി മുന്നേറണമെന്ന് ആഗ്രഹിച്ച് കൊതിയോടുകൂടെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ മറ്റു പലരിൽ നിന്നും അതിനെതിരായിട്ടുള്ള അനുഭവങ്ങൾ കടന്നു വന്ന് മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, മനസ്സിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ന് പോൽക്കാലം നമുക്ക് ദാവീദിനോട് ചേർന്ന് പറയണം, ഹല്ലേലൂയ, ഇന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഹല്ലേലൂയ, ബലഹീനനാണ്. ഇന്ന് ഞാൻ ബലഹീനനാണ്. Today I am weak. Today I am weak. Though I am anointed. Praise the Lord. Hallelujah. ഞാൻ ഇന്ന് ബലഹീനനാണ്, പക്ഷെങ്കിൽ ഞാൻ ആരാണ്? അഭിഷേകമുള്ളവനാണ്. Praise the Lord. ഞാൻ ഇന്ന് ബലഹീനനാണ്. ചേർന്നെന്ന് പറഞ്ഞ ഞാൻ ഇന്ന് ബലഹീനനാണ്, എങ്കിലും ഞാൻ അഭിഷേകം ഉള്ളവനാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇപ്പോൾ മുമ്പേ നമ്മുടെ ജിനോ ബ്രദർ ഇവിടെ പറയുവാനിടയായി, രാവിലെ പ്രാർത്ഥനയോടുകൂടെ കടന്നുപോയി, പ്രതീക്ഷയോടുകൂടെ കടന്നുപോയി. ഇന്ന് എത്ര ബിസി ആയിരുന്നാലും എന്ത് ചെയ്യണം? അതിനെ അതിജീവിക്കുവാനുള്ള കൃപ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി. പക്ഷെങ്കിൽ അവിടെ ചെന്നപ്പോൾ ചിന്തിച്ചതിനും അപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. In your workplace there can be problems. In your studies there can be problems. Hallelujah. I mean, unexpected problems may come along the way. Hallelujah. But we have to remember one thing. Although problems may surround me, although problems may come and make me weak, hallelujah, who I am in the presence of the Lord, I am an anointed person in the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകമുള്ള വ്യക്തിയാണ്. അങ്ങനെ കരമുയർത്തി എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? വാ തുറന്നു പറഞ്ഞാട്ട് I am an anointed person. കരമുയർത്തി പറഞ്ഞാട്ട് I am an anointed person. Hallelujah. The weakness cannot make me weak. Hallelujah. The problems cannot make me weak. Hallelujah. It can make me, try to make me weak, but I will not stumble because I am an anointed person. Hallelujah. ഇന്ന് പോൽക്കാലം ഈ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് വേണം ഇവിടുന്ന് പോകുവാൻ. I am an anointed person. I am an anointed child of God. Whatever problem may come across, whatever storms may come across, hallelujah, may the ocean may come over my head, hallelujah, I am an anointed person. I am an anointed child of God. Hallelujah. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം ഈ ആഴ്ച ജീവിക്കുവാൻ. Hallelujah. Hallelujah. Praise the Lord. Amen. Hallelujah. You may have seen some people, they live life in the midst of problems, they will still smile. Praise the Lord. Hallelujah. Hallelujah. In the midst of problem, they will still say a good testimony. It doesn't mean that they don't have problems. They have problems, but they will still pray. They will still worship. Hallelujah. അവർ പിന്നെയും ആരാധിക്കുന്നവരാണ്. പ്രോബ്ലം വരുമ്പോൾ മൗനമായിട്ട് സ്തോത്രം പറയാതിരിക്കുന്നവരല്ല. ആമേൻ. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ദൈവമക്കൾ ആരാന്നറിയാമോ? ദൈവമക്കൾ, who are the children of God, they still open their mouth and say praise the Lord. They still shout hallelujah in the midst of the problems. Hallelujah. അതാണ് ദൈവമക്കൾ. Hallelujah. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, I have problems and the problems are coming to me and making me weak, but I know who I am. Hallelujah. I am an anointed child of God. ഞാൻ ദൈവസന്നിധിയിൽ ആരാണ്? ഞാൻ ഒരു അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലാണ്. Hallelujah. Hallelujah. Glory to God. Hallelujah. The devil is a deceiver. The devil is a, ആമേൻ, ഒരു വഞ്ചകനാണ് പിശാച്. ആ വഞ്ചകനായ പിശാച് പറയുന്നത് എന്തെന്നറിയാമോ? നമ്മൾക്കൊരു വീക്ക്നെസ് വരുമ്പോൾ നമ്മൾ തീർന്നുപോയെന്നാ പറയുന്നത്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഇനിയും എഴുന്നേൽക്കത്തില്ലെന്നാ പറയുന്നത്. ഹല്ലേലൂയ.
അതൊരു ഡിസെപ്ഷനാണ്. പക്ഷെങ്കിൽ അതിനെ അതിജീവിക്കുന്നവരാണ് ദൈവമക്കൾ. നാം എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത്? We will say in the presence of God, I am an anointed child of God. ഞാനൊരു രക്ഷിക്കപ്പെട്ട, ഞാനൊരു അഭിഷേകമുള്ള, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ ഹല്ലേലൂയ, പ്രതിസന്ധികൾ എൻ്റെ തലമീതെ കവിഞ്ഞാലും ഞാൻ തളരുകയില്ല. ഞാൻ ആത്മികമായി മുന്നേറുമെന്ന് നിശ്ചയമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. The devil may try to say that you are defeated. You don't have strength to make your way. Hallelujah. അതൊക്കെ ഡെവിൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. Hallelujah. But we will say this in the presence of the Lord. I am an anointed child of God. ഞാൻ ഒരു അഭിഷക്തനായ ദൈവവേദനാണ്. Hallelujah. 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 ആമേൻ. ഡെവിളിന് അറിയാത്ത, പിശാചിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. Hallelujah. You are sealed by the blood of Jesus. Hallelujah. ഡെവിളിന് കാണാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. You are covered by the grace of God. Hallelujah. ആമേൻ. പിശാചിന് അറിയാത്തൊരു കാര്യമുണ്ട്. ആമേൻ. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനമുണ്ട്. അതിനെ ശക്തിപ്പെടുത്തുന്നതാണ്. Hallelujah. ആമേൻ. പിശാചിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. നീ ഒരു ദൈവത്തിന്റെ പൈതലാണ്. നിന്നെ തൊടുവാൻ കഴിയത്തില്ല, നിന്നെ തകർക്കാൻ കഴിയത്തില്ല, നിന്നെ തളർത്താൻ കഴിയത്തില്ല. You are an anointed person. You are a child of God. Praise God. Hallelujah. Hallelujah. പിശാചേ, നിനക്കറിയാത്തൊരു രഹസ്യമുണ്ട്. എൻ്റെ കുറവുകൾ, എൻ്റെ കുറ്റങ്ങൾ ഞാൻ പലപ്പോഴും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ കഴുകൽ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണ്. യേശുവിൻ്റെ രക്തം കൊണ്ട് എനിക്ക് കഴുകലുണ്ട്, ശുദ്ധീകരണമുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാകിയാൽ ഈ പ്രശ്നങ്ങൾ, ഈ പ്രതിസന്ധികൾ, ഈ ഡിസെപ്ഷനുകൾ എന്നെ തളർത്തുവാൻ കഴിയത്തില്ല. I am a child of God. I am an anointed child of God. Hallelujah. Hallelujah. Praise God. Hallelujah. Amen. Amen. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദിന് ഉറപ്പോട് പറയുവാനായിട്ട് കഴിയും. Though I am weak today, I am an anointed king. Though I am weak today. Hallelujah. So it means you are not weak always. He is not weak always. ആണോ? എല്ലാ ദിവസവും വീക്ക് ആണോ? അല്ല. I am weak today. ഇന്ന് ഞാൻ ആരാണ്? ബലഹീനനാണ്. ഹല്ലേലൂയ. ഇന്ന് മാത്രമായിട്ടാണ് എൻ്റെ ബലഹീനത. അപ്പൊ ഈ ബലഹീനതകൾ, വീക്ക്നെസ്സുകൾ, പ്രയാസങ്ങളൊക്കെ it is not going to be permanent. It's only for today. Say that with me. It's only for today. Say that with me. Come on, shout it. അത് പ്രശ്നങ്ങൾ ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. Hallelujah. പ്രതിസന്ധികൾ only for today, not for tomorrow. Hallelujah. അത് ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. David is not saying that I have got this problem, I don't know when I'm going to escape from it. No. It's only for today. I am weak today. Though I am weak today, I am an anointed king. Hallelujah. Hallelujah. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറയണം it's only for today, not for tomorrow. Don't carry it over to tomorrow. Praise the Lord. Because today you are going to see the victory of God. Today you are going to see the hand of God. Today you are going to see the door is opened by God for you. All the problems that you may be facing. Hallelujah. Hallelujah. Glory to God. Hallelujah. Hallelujah. Glory to God. ഇന്ന് പകലിൽ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ, എന്തെല്ലാം ഭാരങ്ങൾ നിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുമ്പോൾ, if you are going to ask God to get a deliverance out of it, it is not going to surprise God. Hallelujah. ഒരിക്കലും ദൈവത്തെ അത് പരിഭ്രാന്തി പിടിപ്പിക്കത്തില്ല. കാരണം God has already kept a deliverance for you today. Hallelujah. If you are asking a deliverance today, it is not going to surprise God, because already He is prepared to give you the deliverance today.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനെ ഒരിക്കലും അത് കൺഫ്യൂസ് ആക്കത്തില്ല. കാരണം ഇന്ന് തന്നെ നിന്നെ വിടുവിക്കുവാൻ, തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കുവാൻ ദൈവം ഇന്ന് ഒരുക്കമായിരിക്കുമ്പോൾ, ഇന്ന് പൽക്കാലം അവങ്കിലേക്ക് നോക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അവൻ കണ്ണുകൾ ഉയർത്തുന്ന ഒരു ദൈവത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നത് നാളെയല്ല, ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു നല്ല സ്തോത്രം ഉറക്കെന്ന് പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? യു വർഷിപ്പ് ഗോഡ് ടുഡേ, യു പ്രേ ടു ഗോഡ് ടുഡേ, യു ഗിവ് യുവർസെൽഫ് ടു ഗോഡ് ടുഡേ, because today is the victory, because today is the hands of God going to be revealed to you, because today is God is going to stand up for you and make a new thing for you. Hallelujah. ഇന്ന് നീ വീക്കാണെങ്കിൽ, ഇന്ന് നിനക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഇന്ന് നീ ദൈവത്തോട് പറയുകയാണെങ്കിൽ, ഇന്നാണ് നിന്റെ ഡെലിവറൻസ്, ഇന്നാണ് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. അതെ, കരമടിച്ച് ഹല്ലേലൂയ, ശക്തിയോടെ ആ ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. God is not going to be surprised with your prayer and worship. I mean, God is ready to give you the deliverance today when you call upon His name. Hallelujah. Yes, come on church. Hallelujah. Rejoice in the presence of the Lord. Worship Him in the Spirit. Hallelujah. ദൈവത്തോട് സന്തോഷിച്ച് ഇന്ന് പൽക്കാലം അല്പസമയങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. Hallelujah. Oh, glory to God. Hallelujah. Amen. ദാവീദ് പറഞ്ഞത്, ഞാൻ ഇന്ന് ബലഹീനനാണ്. Hallelujah. This day is just a period of time. Today is just a period of time. Hallelujah. Amen. This day can be different from other days. This problem can be different from other things. Hallelujah. Amen. Praise the Lord. Hallelujah. But this day, this problem is not going to determine your destiny. Have you heard me? Hallelujah. Hallelujah. Today you are weak, but today is not going to decide your destiny. ഒന്ന് നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രശ്നം കാണുമായിരിക്കും, ഇന്ന് ശൂന്യത കാണുമായിരിക്കും, ഇന്ന് പ്രതിസന്ധി കാണുമായിരിക്കും, ഇന്ന് ഹൃദയത്തിന് ഭാരം കാണുമായിരിക്കും. പക്ഷെ ഇന്നത്തെ ഭാരമല്ല നിന്റെ ഭാവി നിർണയിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ഭാവി നിർണയിച്ചിരിക്കുന്നത് ആമേ സകലത്തെയും നിർമ്മിച്ച ദൈവത്തിന്റെ കരങ്ങളിലാകിയാൽ ഇന്നത്തെ പ്രശ്നം കണ്ട് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇന്നത്തെ പ്രതികൂലം കണ്ട് നീ അതിനെ കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. കൺക്ലൂഡ് ചെയ്യുന്നത് ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടല്ല, നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വല്ലഭന്റെ കരം ആമേ നിന്റെ കൂടെ ഉണ്ട്. ആമേ ശബ്ദമുയർത്തിയോ കരമടിച്ചോ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. Hallelujah. Oh, glory to God. Glory to God. ഇന്ന് ചിലപ്പോൾ ഒരു ഡിഫറെന്റ് ഡേ ആയിരിക്കാം, ഇന്ന് ചിലപ്പോൾ ഒരു ഭാരത്തിന്റെ ദിവസമായിരിക്കാം, ഇന്ന് ചിലപ്പോൾ പ്രശ്നമുണ്ടായിരിക്കാം. But it is not going to decide your destiny. Hallelujah. It is not going to decide your future. This is not your future. Hallelujah. Your future is secure in the hands of God. ദൈവത്തിന്റെ കരങ്ങളിൽ അത് ഭദ്രമാണ്. ഹല്ലേലൂയ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് തിരിഞ്ഞു നോക്കിയിട്ട് ദാവീദിന് പറയുവാനായിട്ട് കഴിയും, ഞാൻ ഗോലിയാത്തിനെ ജയിച്ചവനാണ്, ഞാൻ കരടിയെ അടിച്ചു കൊന്നവനാണ്, ഞാൻ സിംഹത്തെ കീറി കളഞ്ഞവനാണ്, പക്ഷെ ഇന്ന് ഞാൻ വീക്കാണ്. ഹല്ലേലൂയ. ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ധൈര്യത്തോട് നിന്നവനാണ്, ഒറ്റയ്ക്ക് കാട്ടിൽ നിന്നപ്പോൾ ഞാൻ ധൈര്യത്തോട് നിന്നവനാണ്, പക്ഷെ ടുഡേ ഐ ആം വീക്ക്. ഹല്ലേലൂയ. We all go through this today. We all go through the period of time where we are weak. Hallelujah. You may be spiritually weak sometimes. You may be mentally weak sometimes. You may be weak in a way where you don't know what to do next day. Hallelujah. You may be all weak in different situations. But let me tell you that as long as you are a child of God and the anointing is upon you, amen, today is not going to decide your future in the name of Jesus. Hallelujah. Glory to God. Glory to God. Hallelujah. Glory to God. Hallelujah. Amen. Hallelujah. There are 4 steps of anointing I would like to take you through. 4 anointingന്റെ 4 സ്റ്റെപ്പുകൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1,
ബിഫോർ അനോയിന്റിങ് യു ആർ ചോസൺ. നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 16. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 16. അല്ല, ആമേൻ. നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം എന്ത് ചെയ്തായിരിക്കുകയാണ്? നമ്മെ തിരഞ്ഞെടുത്തതാണ്. So God has chosen you. In the book of Ephesians, we have been studying this on Tuesdays. എന്നാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? പഠിച്ചവരെന്ന് പറഞ്ഞാട്ട് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത്, ലോക സ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? Because he wanted us to be anointed. നാം അഭിഷേകത്തോടുകൂടി നിൽക്കേണ്ടതിന്. Praise God, hallelujah. The first thing is that we are chosen. Amen, hallelujah. And the second thing is that we are washed. നമ്മൾ ആരാണ്? കഴുകപ്പെട്ടവരാണ്. Amen. How did God wash us? എങ്ങനെയാണ് ദൈവം നമ്മെ കഴുകിയത്? യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് അവൻ നമ്മെ കഴുകുവാനിടയായി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്താൽ അവൻ നമ്മെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു, കഴുകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലെറ്റ്സ് റീഡ് എസെക്കിയേൽ 36 25 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. എസെക്കിയേൽ 36 25 26 27 വാക്യങ്ങൾ. 36. Then I will sprinkle clean water on you. I'll give you a new heart and a new spirit within you. Yes. Amen. Praise God. കർത്താവ് നമ്മെ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ബൈ സ്പ്രിംഗ്ലിംഗ് ഓഫ് ദി വാട്ടർ ഓൺ us. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നു? ആമേൻ. ജലം തളിച്ച്, വെള്ളം തളിച്ച് നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കുന്നു. കല്ലായുള്ള ഹൃദയങ്ങളെ നിങ്ങളിൽ നിന്നും മാറ്റിയിട്ട് മാംസളമായിരിക്കുന്ന ഹൃദയങ്ങളെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. അവൻ നമ്മെ കഴുകുന്നു. Praise the Lord. And the third step of anointing is he is, hallelujah, giving us a new cloth. Hallelujah. ഒന്ന് വായിച്ചേ. Galatians chapter 3 verse 27. Galatians chapter 3 verse 27. Galatians യേശുക്രിസ്തുവിനെയാണ് നമ്മൾ ധരിക്കുന്നത്. So we are chosen, we are washed, we are being clothed, hallelujah, by Jesus Christ. യേശുക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുകയാണ്. നാലാമത് ആണ് anointing. Hallelujah. Anointing is being made consecrated. ശുദ്ധീകരിക്കപ്പെട്ട് വേർതിരിച്ച് മാറ്റുന്നതിനെയാണ് anointing എന്ന് പറയുന്നത്. അഭിഷേകം ചെയ്ത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാറ്റി നിർത്തുന്നതിനെയാണ് അനോയിന്റിങ് എന്ന് പറയുന്നത്. ഇന്ന് പോൽക്കാലം അങ്ങനെ അനോയിന്റ് ചെയ്തവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കൾ. നമ്മെ ഹല്ലേലൂയ തിരഞ്ഞെടുത്ത്, നമ്മെ കഴുകി ശുദ്ധീകരിച്ച്, നമ്മെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ച്, നമ്മെ അനോയിന്റ് ചെയ്ത്, സെപ്പറേറ്റ് ചെയ്ത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി അനോയിന്റ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ പറയുവാനായിട്ട് കഴിയണം, although I am weak, I am an anointed child of God. Hallelujah. Amen. എന്നെ വിശുദ്ധീകരിച്ച്, എന്നെ തിരഞ്ഞെടുത്ത്, എന്നെ ജീവന്റെ വസ്ത്രം ഉടുപ്പിച്ച്, ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ അനോയിന്റ് ചെയ്തിരിക്കുന്നത് വീക്ക്നെസ് വരുമ്പോൾ ഞാൻ തളർന്നു പോകാനല്ല, അല്ലെങ്കിൽ ഭാരം വരുമ്പോൾ ഞാൻ വീണു പോകാനല്ല, എന്റെ സ്തോത്രവും പ്രാർത്ഥനയും കുറയ്ക്കുവാനല്ല. അതിന് എനിക്ക് ഉറപ്പോട് പറയണം, ഞാൻ ഒരു അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറഞ്ഞു, I am this day weak though